ഇന്ന് നിങ്ങളെ പരിചയപ്പെടുന്ന ഡെനക്സിൻ്റെ പുതിയൊരു സബ് ആംപ്ലിഫയർ ആണ്. നമ്മൾ പല മോഡലും പല ഡിഫറെൻറ്റ് വാട്ട്സിലും ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ കുറച്ച് വ്യത്യസ്തമായിട്ട് ഇതൊരു ക്ലാസ് ഡി സബ് ആംപ്ലിഫയർ ആണ്. ക്ലാസ് ഡി ബോർഡ് വെച്ച് ചെയ്തെടുത്തിരിക്കുന്ന ഒരു സബ് ആംബാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് ഡിസൈനിലേക്ക് നോക്കുവാണെങ്കിൽ ഒരു മിനിമൽ ആയിട്ടുള്ള ഒരു ഡിസൈനിങ് ആണ് നമ്മളിതിന് കൊടുത്തിരിക്കുന്നത്. ഡെനക്സിൻ്റെ ആയിട്ടൊരു ബാഡ്ജിങ് നമ്മളോട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം താഴെയായിട്ട് നമ്മളൊരു ഓൺ ഓഫ് സ്വിച്ചും അതുപോലെ തന്നെ ഒരു മാസ്റ്റർ കൺട്രോളും, ഇത്രയുമാണ് ഇതിൻ്റെ ഫ്രണ്ട് ഡിസൈനിലേക്ക് വരുന്നത്. റൗണ്ട് ടൈപ്പിലുള്ള ഒരു ഓൺ ഓഫ് സ്വിച്ച് നമ്മൾ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മാസ്റ്റർ വോളിയം കൺട്രോള്. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ അക്രിലിക് പാനൽ തന്നെ നമ്മൾ ബാക്ക് സൈഡും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് ഒരു സ്റ്റീരിയോ ഇൻപുട്ട്, അതുപോലെ തന്നെ പവർ കണക്ഷൻ കൊടുക്കാനുള്ള ഒരു സോക്കറ്റ്, പിന്നെ സ്പീക്കർ ഔട്ട്, ബനാന സോക്കറ്റ് നമ്മൾ സ്പീക്കർ ഔട്ടിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു സ്റ്റീരിയോ സ്പീക്കർ ഔട്ടാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. അതായത് 4 ohms തൊട്ട് 2 ohms ലോഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഉൾവശം നോക്കുവാണെങ്കിൽ നമ്മൾ ക്ലാസ് ഡി ബോർഡ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഡിടെക്കിൻ്റെ ഒരു ക്ലാസ് ഡി ബോർഡാണ് നമ്മൾ ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഔട്ട്പുട്ട് കിട്ടുന്ന നല്ലൊരു ബോർഡാണ്. പിന്നെ നമ്മൾ ഡെനക്സിൻ്റെ തന്നെ നമ്മൾ പവർ സപ്ലൈ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടൊറേറ്റോ ട്രാൻസ്ഫോമറിലാണ് നമ്മളിതിൻ്റെ സപ്ലൈ എല്ലാം AC കണക്ഷൻ എല്ലാം ചെയ്തിരിക്കുന്നത്. ഇതാണ് ഡിടെക്കിൻ്റെ ഒരു 500 RMS ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ബോർഡാണ്. അതിൻ്റെ കൂടെ തന്നെ സ്പീക്കർ പ്രൊട്ടക്ഷനും അതുപോലെ തന്നെ നമ്മുടെ പവർ സപ്ലൈ ഫിൽട്ടർ എല്ലാം കൂടെ ഉള്ളതായിട്ടുള്ള ഒരു നല്ലൊരു അടിപൊളി ഒരു ബോർഡ് എന്ന് തന്നെ പറയാം. നല്ല നമ്മൾക്കൊരു 500 RMS ഒരു 1500 വാട്ട്സിന് കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ബോർഡിൻ്റെ ഡിസൈനിങ് കാര്യങ്ങളെല്ലാം വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ഫാൻ കൺട്രോൾ, അതുപോലെ തന്നെ സബ് ഫിൽട്ടർ ആണെങ്കിൽ നമ്മൾ ഡിടെക്കിൻ്റെ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ പക്ക ഒരു ബ്രാൻഡ് സെറ്റപ്പിൽ തന്നെ നമ്മൾ ചെയ്തെടുത്തിരിക്കുന്ന നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു സബ് ആംപ്ലിഫയറാണ്. ഇതിൻ്റെ ടെസ്റ്റും വീഡിയോയും അതുപോലെ തന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന പാർട്സിൻ്റെ ഡീറ്റെയിൽ എല്ലാം ഞാൻ വീഡിയോയുടെ കൊടുക്കുന്നുണ്ട്. ആവശ്യക്കാർക്ക് ഈ പാർട്സ് സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മൾ ട്രാൻസ്ഫോമറിന് എടുത്തിരിക്കുന്നത് ഒരു 40-040 ആണ്. അതായത് നമ്മളൊരു DC ഒക്കെ ചെയ്തു വരുമ്പോൾ ഒരു 55 വോൾട്ടേജ് ഇതിന് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ എല്ലാം റെക്ടിഫയറും കാര്യങ്ങളെല്ലാം ഇത് ചെയ്തെടുത്തിരിക്കുന്നത്. നല്ലൊരു പെർഫോമൻസ് നമുക്ക് ഈ സബ് ആമ്പിൽ തന്നെ കിട്ടുന്നുണ്ട്. ഇതാണ് നമ്മൾ പറഞ്ഞ ക്ലാസ്റ്റിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സബ് ഫിൽട്ടർ. ഇത് നല്ല കമ്പോണൻസ് ഒക്കെ ആണെങ്കിലും നല്ല ക്വാളിറ്റി ചെയ്തെടുത്തിരിക്കുന്ന ഒരു ഹൈഫൈ സബ് ഫിൽട്ടറാണ് നമ്മൾ ഇതിൽ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഓവറോൾ നല്ല രീതിയിൽ തന്നെ ഇത് ചെയ്തു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ചെക്ക് ചെയ്തിട്ട് ഇതിൻ്റെ പെർഫോമൻസും അതുപോലെ തന്നെ ഇതിൻ്റെ ഔട്ട് ക്വാളിറ്റിയൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യാം. ഇത് വാങ്ങാനായി നമ്മുടെ ഡെനക്സോഡിയുടെ www.com എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. അതല്ലാതെ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടും മേടിക്കാവുന്നതേ ഉള്ളൂ.